ഞാൻ ഡോക്ടർ പുരുഷോത്തമൻ, കുട്ടികളുടെ ഡോക്ടറാണ്. ഒരു ജനതയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അവരുടെ ആരോഗ്യത്തെ സ്വാധീനിക്കാറുണ്ട്. ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്വാധീനങ്ങളും ഉണ്ടാവാറുണ്ട്. ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ചാ വികാസങ്ങൾ, അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളെ തീർച്ചയായിട്ടും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ മുമ്പോട്ടേക്ക് പോകാനാവുള്ളൂ. അതിന് ഉത്തമോദാഹരണമാണ് അമേരിക്കയിൽ ഇപ്പം 5ാം പനി പടർന്നു പിടിക്കുകയാണ്. ഇത്രയേറെ വികസിത കാര്യങ്ങളുള്ള ആരോഗ്യ മേഖലയുള്ള ഒരു രാജ്യത്ത് ജനതയുടെ വിശ്വാസമാണ് ആ ഒരു കാര്യത്തിലേക്ക് നയിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലുണ്ട്. അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ, വികാസങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാൻ ആവുള്ളൂ. ഏത് രീതിയിലാണ് അത് നടപ്പിലാക്കുക, അവർക്ക് അത് കൺവിൻസ്ഡ് ആവണം. ആ രീതിയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു പോയിൻ്റാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നത് ഇപ്പം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് 6 മാസം വരെ കൊടുക്കേണ്ടത്. അതല്ലാത്തതൊന്നും പ്രകൃതിയിലില്ല. പ്രകൃതിയിൽ മനുഷ്യൻ മറ്റൊരു മൃഗം മാത്രമാണ്. മറ്റൊരു മൃഗവും അവനവൻ്റെ പാലല്ലാതെ മറ്റൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് പ്രസവിച്ച് വീഴുന്ന മിനിറ്റുകളിൽ നമ്മുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും എല്ലാ മതങ്ങളിലും പല പല കാര്യങ്ങൾ പിഴിഞ്ഞു കൊടുക്കുന്ന പതിവുണ്ട്. ഹിന്ദുമത ആചാരങ്ങളിൽ മോതിരം, സ്വർണം തേച്ച് ആദ്യം നാക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ സംസം വെള്ളം ചിലപ്പം നാക്കിൽ തൊട്ട് വെക്കുന്നുണ്ട്. ചിലയിടത്ത് വയമ്പാവാം, തേനാവാം. അപ്പോൾ നമ്മൾ പറയേണ്ടത്, പ്രസവിച്ച് വീണ് കുഞ്ഞിന് ഒരു കാരണവശാലും ഒന്നും കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം ആചാരങ്ങളിൽ ചിലത് വലിയ കുഴപ്പമില്ലാത്ത ആചാരങ്ങളായിരിക്കാം. നമ്മളത് അംഗീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം എന്തിനാണ് അവരുടെ വിശ്വാസത്തെ, ആചാരത്തെ നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത്? അവർ ആ വിശ്വാസവുമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ. ആസ് ലോങ് ആസ് ഇറ്റ്സ് നോട്ട് കോസിങ് എനി പ്രോബ്ലംസ്. ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണെങ്കിൽ അവരുടെ മനസ്സിനെ നോവിക്കാതെ തന്നെ നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ചിലപ്പോഴെങ്കിലും ചില ആചാരങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതാണെങ്കിലോ, ഈ ഒരു ആചാരം ആദ്യത്തെ മുലപ്പാൽ മാത്രം കൊടുക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ചിലപ്പോഴെങ്കിലും അതിലൂടെ കുഞ്ഞിന് രോഗങ്ങൾ പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് അരുത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ മിനിറ്റുകളിൽ മറ്റെന്തെങ്കിലും മൃഗത്തിൻ്റെ പാലുകളോ ഗ്ലൂക്കോസ് കലക്കിയിട്ടോ ഒക്കെ കൊടുക്കും. മുലപ്പാൽ വരുന്നത് വരെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും പാടില്ല. കാരണം സ്വാഭാവികമായി കുഞ്ഞിൻ്റെ മുല വലിച്ചെടുത്താണ് പാല് വന്ന് തുടങ്ങുന്നത്. ഒരു പ്രകൃതിയിൽ ഒരു കാര്യമുണ്ട്. പ്രസവിച്ച് നെഞ്ചത്തേക്കിട്ട കുഞ്ഞ് അത് തനിയെ തപ്പി അമ്മയുടെ മുലക്കണ്ണ് വായിലാക്കി ചപ്പി തുടങ്ങും. ബ്രസ്റ്റ് ക്രോൾ എന്നാണ് ഈ കാര്യത്തിന് പറയുന്നത്. അത്രയും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അത്. അപ്പോൾ നമുക്ക് സ്വാഭാവികതയിലേക്ക് തന്നെ തിരിച്ചു പോകണം.